ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടർച്ചയായ 6-ാം ദിവസവും തുടരുകയാണ് അമേരിക്ക. ഇറാനെതിരെ തങ്ങളുടെ ഏറ്റവും പുതിയ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യമിട്ടതായി US സേന അറിയിച്ചു. പക്ഷേ ഈ 6-ാം ദിവസവും ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോഴും അമേരിക്കയുടെ മർമ്മം നോക്കിയുള്ള ഒരു ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു വലിയ യുദ്ധലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വലിയ യുദ്ധതന്ത്രം തന്നെ തയ്യാറാക്കി അമേരിക്കയുടെയും ട്രംപിൻ്റെയും അടിവേരിളക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ 6-ാം ദിനത്തിൽ ഇറാൻ മറ്റൊരു തന്ത്രപരമായ നീക്കം നടത്തിയിരിക്കുന്നു. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നോക്കുക, ഇറാന്റെ വിവിധ നഗരങ്ങളിലെ ബോംബാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നും പരിക്കേറ്റുവെന്നും ഒക്കെയുള്ളത് സത്യമാണ്. ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ കമ്മ്യൂണിക്കേഷൻ ടവർ തകർന്നു. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ഹോർമുസ്ഗാൻ മേഖലയിലെ 2 പാലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആക്രമണം ഉണ്ടായി എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അർത്ഥം അമേരിക്ക ഇപ്പോൾ യുദ്ധതന്ത്രം മാറ്റിപ്പിടിക്കുകയാണ്. ട്രംപിനെതിരായ വധഭീഷണി നിലനിൽക്കുന്നു. ഹോർമുസ് അടഞ്ഞുകിടക്കുന്നു. ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നു. അങ്ങനെ അമേരിക്കയ്ക്കും പാശ്ചാത്യ സമൂഹത്തിനും അല്ലെങ്കിൽ മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ പശ്ചിമേഷ്യക്കെമ്പാടും തന്നെ വലിയ തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കനത്ത നീക്കങ്ങളിലേക്ക് ഇറാൻ പോകാതിരിക്കണമെങ്കിൽ ഇറാനെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, കടുത്ത സമ്മർദ്ദത്തിലാക്കി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് തുടർച്ചയായി ജനവാസ മേഖലകൾ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് തുടരെ ഇത്തരം ആക്രമണങ്ങൾ, അതായത് ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ എണ്ണപ്പാടങ്ങൾ, അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ തുടങ്ങി ഇറാന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, ഇറാന്റെ ജനജീവിതം ദുസ്സഹമാക്കും എന്ന് ഉറപ്പുള്ള പ്രദേശങ്ങൾ തെരഞ്ഞു പിടിച്ച് അമേരിക്ക ആക്രമണം നടത്തുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഇറാൻ ഇവിടെയാണ് തലകുനിക്കാതെ, നിലപാട് മാറ്റാതെ, നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് വഴിപ്പെടാതെ അമേരിക്കയെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രത്യാക്രമണ പരിപാടികൾ, അതായത് സമാന രീതിയിൽ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നതടക്കമുള്ള പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഒരു പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് പോകുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇറാന്റെ ഈ 6-ാം ദിവസത്തിലെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. ഇറാൻ തീർച്ചയായും തീക്ഷ്ണത നഷ്ടപ്പെട്ട, ആക്രമണ സ്വഭാവത്തിൻ്റെ തീവ്രത കുറഞ്ഞ നിലയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ മാറ്റമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യുദ്ധതന്ത്രം. ഇറാൻ കുതിക്കാൻ വേണ്ടി പതുങ്ങുന്നതാണോ, അതോ ഇറാന്റെ കരുത്ത് അമേരിക്കൻ ആക്രമണത്തിൽ ചോർന്നു പോയോ? അമ്മാതിരി ആക്രമണം അമേരിക്ക നടത്തിയിട്ടും എന്തുകൊണ്ടാണ് തിരിച്ച് ഇറാൻ അതേ തോതിൽ ഇപ്പോൾ അത്രയും ശക്തമായ ആക്രമണങ്ങൾ നടത്താത്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇവിടെയാണ് ഇറാന്റെ ഏറ്റവും പുതിയ യുദ്ധരീതി എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയക്കുന്നത്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതൊരു വലിയ പ്രശ്നമാവുകയില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം കിട്ടുകയില്ല എന്നുള്ളത് ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകണമെങ്കിൽ ഗൾഫ് മേഖലയിൽ അടക്കം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവിടങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളിൽ കൈവയ്ക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിലേക്കോ ഗൾഫ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കോ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കോ ഒക്കെ ആക്രമണം നടന്നാൽ അത് ആ വിധത്തിൽ വലിയ പ്രകമ്പനമുണ്ടാക്കുകയും വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ അതിനു വേണ്ടി, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഇറാൻ താൽക്കാലികമായി ഒന്ന് പിൻവലിയുകയാണ് എന്ന ചർച്ചകളാണ് ഒരു വശത്ത് ശക്തമാകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഉണ്ടായ നാശനഷ്ടങ്ങൾ അങ്ങനെയൊന്നും മാപ്പ് കൊടുക്കാൻ പറ്റുന്ന നാശനഷ്ടങ്ങളല്ല എന്നുള്ളതാണ്. അതായത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡ്രോണുകൾ നിയന്ത്രിക്കുന്ന നിലയങ്ങൾ അടക്കമുള്ള ബന്ദർ അബ്ബാസിലെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ടവർ അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നു. ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത് ഈ കമ്മ്യൂണിക്കേഷൻ ടവർ തകർക്കുമ്പോൾ ഈ ഹോർമുസിലൂടെ വരുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള കോർഡിനേഷൻ ഇറാന് സാധിക്കില്ല.
അതുകൊണ്ട് ഇറാൻ ദുർബലമാകും. അതുകൊണ്ട് ഈ ബന്ദർ അബ്ബാസ് മേഖലയിൽ നിരന്തരമായി ആക്രമണം നടത്തി അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ടവറുകളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഹോർമുസിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഈ ബന്ദർ അബ്ബാസിലേക്ക് നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക ലക്ഷ്യം വെച്ചത്. അവിടെയും ശക്തമായ തിരിച്ചടി ഇറാൻ നൽകുന്നുണ്ട്. കാരണം ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ശക്തമായ ആക്രമണങ്ങൾ കുറച്ചുകൊണ്ട് ഇന്നലെ ഇറാന്റേതായി വന്ന പരാമർശം, ഇനി ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ തകർക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ അടിക്ക് തിരിച്ചടി ഇറാൻ കൊടുക്കാൻ പോകുന്നത് അങ്ങനെയാണ്. അതേ തീവ്രതയിൽ ജനവാസ മേഖലകളിലേക്കുള്ള ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ബന്ദർ അബ്ബാസ് മേഖലയിൽ ആക്രമണങ്ങൾ നടത്തി ഇറാന്റെ കമ്മ്യൂണിക്കേഷൻ ടവർ ഇല്ലാതാക്കി കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇല്ലാതെ നിൽക്കുന്ന ഇറാന് മുന്നിലൂടെ ഇറാൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക കപ്പലുകളുമായി ഈ പറയുന്ന ഹോർമുസിലൂടെ പോകുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റൊരു തന്ത്രം. അതായത് ബന്ദർ അബ്ബാസ് തകർത്തതിന് ശേഷം ഇറാന്റെ കൺമുന്നിലൂടെ ഈ ഹോർമുസ് വഴി ചരക്ക് കപ്പലുകൾ കടത്തിക്കൊണ്ടുപോയാൽ തങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട തന്ത്രമായി അമേരിക്ക സ്വീകരിക്കാൻ പോകുന്ന ഒരു വഴി. അതായിരിക്കും ബന്ദർ അബ്ബാസിന്റെ പൂർണ്ണ തകർച്ച. അതുവഴി ഇവിടേക്ക് ശ്രദ്ധ, ഹോർമുസിന്റെ കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു, അങ്ങനെ കപ്പലുകളെ കൊണ്ടുപോകാമെന്നുള്ള. പക്ഷെ അവിടെയും ശക്തമായ തിരിച്ചടി ഇറാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം, അതായത് ബന്ദർ അബ്ബാസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി കൈയടക്കിയെങ്കിൽ മാത്രമേ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള നാവിക കപ്പലുകളുടെ ഗതാഗതം സുഗമമാകൂ എന്ന അമേരിക്കയുടെ തന്ത്രം അത് ഇറാൻ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവിടെ ഇറാന്റെ അത്രയും വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ട്. ഇപ്പോൾ കൂടുതലായി ബന്ദർ അബ്ബാസ് മേഖലയിൽ ഏൽക്കുന്ന തിരിച്ചടികൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയുള്ള സൈനിക വിന്യാസം ഇറാൻ നടത്തിയിട്ടുണ്ട്. അതായത് ഇനി അമേരിക്ക ഇറാന്റെ ബന്ദർ അബ്ബാസ് മേഖലയിലേക്ക്, അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായ കിഷം ഐലൻഡ്, അവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തിയാൽ തത്തുല്യമായ രീതിയിലുള്ള ആക്രമണങ്ങൾ എവിടെ ഉണ്ടാകും? ഹോർമുസിൽ കിടക്കുന്ന കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും. ആ നിലയിലേക്ക് അവിടെ വലിയ സൈനിക വിന്യാസം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കിഷം ദ്വീപിന് സമീപം കിടക്കുന്ന ഹോർമുസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ശരിക്കും ഹോർമുസ് കടലിടുക്ക് എന്ന പേരാണെങ്കിലും അതിനടുത്തൊരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡ് വളരെ വർണ്ണശബളമായ ഒരു ചെറിയ ദ്വീപാണ്. ആ ദ്വീപ് പിടിച്ചടക്കിയ ശേഷം അതിലൂടെ ഹോർമുസിലേക്ക് അമേരിക്കയുടെ ഒരു സൈനിക വിന്യാസം, ഒരുപക്ഷെ കരയുദ്ധത്തിന് സമാനമായ നീക്കത്തിനൊക്കെ അമേരിക്ക ശ്രമിക്കുന്നു എന്ന വാദഗതികൾ ചില വിദേശകാര്യ വിദഗ്ധരൊക്കെ നടത്തുന്നത് കണ്ടു. അങ്ങനെ ഒരു നീക്കം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഇറാന്റെ ചെറിയ ദ്വീപുകൾ പിടിച്ചെടുത്ത് അതുവഴി തുറമുഖങ്ങളിലുള്ള നഗരങ്ങൾ തകർത്ത് അങ്ങനെ ഇറാനിലേക്ക് ഒരു കരയുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന നിലയിൽ ഒരു സൈനിക വിന്യാസം ഉണ്ടാക്കി ആ സൈനിക വിന്യാസം ഉപയോഗിച്ച് ഹോർമുസ് പിടിച്ചടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇതുവരെ പരാജയം സമ്മതിക്കുകയോ ഇറാന്റെ ആയുധങ്ങൾ പരിപൂർണമായി അവസാനിച്ചു എന്ന് പറയാൻ കഴിയുകയോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അമേരിക്ക ഇപ്പോഴും പറയുന്നു ഹോർമുസ് കടലിടുക്കിലേക്ക് കപ്പലുകളോട് വരൂ, ഞങ്ങൾ സുരക്ഷ തരാം എന്ന് പറയുമ്പോഴും കപ്പൽ കമ്പനികൾ പേടിക്കുകയാണ്. കപ്പലുകൾ അവിടെ വരാൻ തയ്യാറാകുന്നില്ല. അതായത് അമേരിക്കയുടെ അവകാശവാദങ്ങളെക്കാളും ആളുകൾ ലോകം വിശ്വാസം അർപ്പിക്കുന്നത് ഇറാന്റെ നിലപാടിനെയാണ്. അതാണ് അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ പ്രഹരം. അതാണ് ട്രംപിൻ്റെ മർമ്മത്തിലിട്ടുള്ള അടി. അതായത് ഓരോ സ്ഥലങ്ങളും ഇറാന്റെ ഓരോ സ്ഥലങ്ങളും അമേരിക്ക ആക്രമിച്ച് ക്ലിയർ ചെയ്ത് പിടിച്ചെടുത്ത് അതുവഴി ഹോർമുസ് കൈവശപ്പെടുത്തുമെന്ന് പറയുന്ന വിധത്തിൽ ട്രംപ് ഈ യുദ്ധത്തിൻ്റെ മർമ്മം അതാണ്, ഇറാൻ പിടിച്ചെടുക്കലാണ്, ഹോർമുസ് പിടിച്ചെടുക്കലാണ് എന്ന മട്ടിലേക്ക് പോകുമ്പോൾ ട്രംപിൻ്റെ മർമ്മത്തിനിട്ട് കൊടുക്കുന്ന വിധത്തിൽ ഇതിനെല്ലാം പ്രത്യാക്രമണവും തിരിച്ചടിയും അതിനുള്ള സമഗ്രമായ പദ്ധതികളും തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധവുമായി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അമേരിക്കയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. അതിനുള്ള കാരണം ട്രംപിൻ്റെ മർമ്മത്ത് ഇറാൻ പ്രഹരിച്ചു എന്നത് തന്നെയാണ്. അതായത് ഇറാനെ തീർക്കും, ഇറാനിലെ സകല സംവിധാനങ്ങളും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറാനിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ തിരിച്ച് ഇതിനെയെല്ലാം പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും അമേരിക്കൻ പ്രസിഡന്റിനെ ഇറാനെ ഞാൻ തീർക്കും, പൂർണ്ണമായി ഹോർമുസ് തുറക്കും, അത് നമ്മുടെ കയ്യിലാകുമെന്ന് പറയാൻ കഴിയുന്നില്ല. ഇനി പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കാനും ജനങ്ങൾ അല്ലെങ്കിൽ ലോകം തയ്യാറാകുന്നില്ല
എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇറാൻ്റെ പാലങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തകർത്ത് പരിപൂർണമായി ഇറാനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ പാലങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ധാന്യ ഗോഡൗണുകളും ഒക്കെ അടക്കം തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലേക്ക് ഇറാനും തിരിച്ചടിക്കാനാണ് നീക്കം. അതാണ് ട്രംപിൻ്റെ മർമ്മത്തിനിട്ടുള്ള മറ്റൊരു അടി. ഇറാനെ എങ്ങനെയാണോ ഇറാനെ അമേരിക്ക വരിഞ്ഞു കെട്ടാൻ നോക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇറാൻ തിരിച്ചുമടിക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോഴത്തെ നിലയിൽ ഇറാനെ സർവവും തകർക്കുന്ന വിധത്തിൽ ഒരു ഏകപക്ഷീയമായ യുദ്ധ നീക്കമാണ് നടക്കുന്നതെങ്കിൽ, അതായത് ഇറാന് തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ അമേരിക്ക മാത്രം ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇറാൻ സ്വാഭാവികമായി നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരേണ്ടി വരും. അതാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ആ രീതിയിൽ സംഭവിക്കുമെന്ന്. കാരണം അങ്ങനെയാണെങ്കിൽ ഓൾറെഡി അത് സംഭവിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇറാനിൽ ചില പ്രിഫറൻസസ് ഉണ്ട്. അവിടെ ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ കരാറിൽ ഒപ്പിടേണ്ടതായാലും എന്ത് തീരുമാനമെടുക്കേണ്ടതായാലും അതിലേക്ക് വരേണ്ടത്. പക്ഷേ ഇവിടെ അവർ തീരുമാനിച്ചിരിക്കുന്നത് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് പോവുക എന്നതോ അല്ല ഇറാൻ്റെ പ്രയോറിറ്റി. അവർ മുജ്തബ ഖാംനെയി പറഞ്ഞതുപോലെ അതിശക്തമായ തിരിച്ചടി കൊടുക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കി എല്ലാം തകർത്ത് കളയാമെന്ന് ചിന്തിക്കുന്നവർ വൈകാതെ ദുഃഖിക്കേണ്ടി വരും എന്നു തന്നെയാണ് മനസ്സിലാകേണ്ടത്.